സോൾവ് ദിസ് ചാനലിലോട്ട് സ്വാഗതം. പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്ത് മാത്തമാറ്റിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക, അതിന് റിപ്ലൈ തരുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിയോമെട്രിക്കൽ ഏരിയ കാൽക്കുലേഷനാണ്. ഇന്ന് നമുക്കൊരു പുതിയ പ്രോബ്ലമായി കടന്നു വരാം. ഒരു ത്രികോണ സ്തൂപിക ഫ്രസ്റ്റം ആകൃതിയിലെ ഒരു വാട്ടർ ടാങ്കിൻ്റെ വലിയ വക്കിൻ്റെ നീളം 3 മീറ്ററും ചെറിയ വക്കിൻ്റെ നീളം 1 മീറ്ററും ചെരിഞ്ഞ ഉയരം 2 മീറ്ററുമാണെങ്കിൽ അതിൻ്റെ പാർശ്വ ഉപരിതല ടൈൽസ് പതിക്കാൻ സ്ക്വയർ ഫീറ്റിന് 40 രൂപ നിരക്കിൽ എത്ര ചെലവ് വരും? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ത്രികോണ സ്തൂപിക ഫ്രസ്റ്റത്തിൻ്റെ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ അത് ഈ രൂപത്തിലായിരിക്കും. വലിയ വക്ക് 3 മീറ്റർ എ, ചെറിയ വക്ക് അടിയിലെ വക്ക് 1 മീറ്റർ ബി, ഈ ചെരിഞ്ഞ ഉയരം എച്ച് 2 മീറ്റർ. ഇത് ശരിക്ക് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ലംബകാകൃതിയിലാണ്. ലംബകത്തിൻ്റെ ഇതുപോലുള്ള 3 ലംബകങ്ങൾ ഉണ്ടാവും. ഒരു ലംബകത്തിൻ്റെ വിസ്തീർണം ½ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ഇൻറ്റു ഇത് ഒരു സൈഡാണ്. ഇങ്ങനത്തെ 3 സൈഡ് ഉണ്ടാവും. അതുകൊണ്ട് വിസ്തീർണം ½ ഇൻറ്റു 3 + 1 ഇൻറ്റു 2 ഇൻറ്റു 3, 2 ക്യാൻസൽ, 3 + 1 4, 4 ഇൻറ്റു 3 = 12 മീറ്റർ സ്ക്വയർ. 12 മീറ്റർ സ്ക്വയർ. ഇതിന് സ്ക്വയർ ഫീറ്റ് 40 രൂപയാണ്. അതുകൊണ്ട് സ്ക്വയർ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 12 ഇൻറ്റു 1 മീറ്റർ 3.28 ഇൻറ്റു 3.28 ഈക്വൽ ടു 129.1 സ്ക്വയർ ഫീറ്റ്. ഇനി ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ ടൈൽസ് പതിക്കുകയാണെന്ന് വെച്ചാൽ 40 രൂപയാണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 129.1 ഇൻറ്റു 40. ഇതിൻ്റെ ആൻസർ വരുന്നത് 5164 രൂപ. ഇതാണ് ഈ ഷേപ്പിലുള്ള വാട്ടർ ടാങ്കിൻ്റെ പാർശ്വ ഉപരിതലം ടൈൽസ് പതിക്കാനുള്ള ടോട്ടൽ കോസ്റ്റ്. ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്ത് മാത്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അടുത്ത് തന്നെ പുതിയ ഒരു പ്രോബ്ലമായി കടന്നു വരാം. താങ്ക്സ് ഓൾ.